ചൂരൽമലയിലേക്ക് തന്നെ ഇപ്പോൾ പോകേണ്ടതുണ്ട്. അവിടെ തെരച്ചിൽ ഊർജിതമായി മുൻപോട്ട് പോകുന്നു. വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, നേരത്തെ നിന്ന ആ ഭാഗത്ത് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അവിടെ തിരച്ചിൽ നടപടികൾ മുൻപോട്ട് പോവുകയാണോ? തീർച്ചയായും മുണ്ടക്കയിലെ ഞാൻ നേരത്തെ നിന്ന ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ യന്ത്രങ്ങൾ ഒപ്പം തന്നെ കൂടുതൽ സേനാംഗങ്ങൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഈ മണ്ണ് ചെളി ഒക്കെ കിളച്ച് പരിശോധിക്കുകയാണ്. വെള്ളത്തിലേക്ക് ചെളി അലിപ്പിച്ചും അവിടെ നിന്ന് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചളി വാരി മാറ്റിയുമൊക്കെ ആളുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വടിയൊക്കെ കുത്തി ഇറക്കി ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ തട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഏകദേശം 3 JCBയോളം ഹിറ്റാച്ചി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ സേനാംഗങ്ങൾ ഇവിടെ എത്തിയതാണ്. മിലിറ്ററി ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ കഴിഞ്ഞ 4 ദിവസമായി തിരച്ചിലിന് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വലിയ കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് ഈ സേനാംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇങ്ങോട്ട് എത്താൻ സാധിച്ചത്. അപ്പോഴാണ് ഇന്നലെ 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം ഇപ്പോൾ കാണുന്ന ഭാഗത്തും അതിന് മുകളിലായി ഉള്ള മുണ്ടക്കൈയിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രഭവ കേന്ദ്രവും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ തന്നെയാണ്. ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ ദൂരെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ പാറക്കെട്ടുകൾ, ചെറിയ പാറക്കെട്ടുകളും ഒപ്പം തന്നെ വലിയ പാറകളും ഒക്കെ വന്നടിഞ്ഞ് ഇവിടെ കിടക്കുകയാണ്. ഇതിനിടയിൽ പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ദുഷ്കരമായ രക്ഷാദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാദൗത്യം എന്ന് ഇനി ഒരുപക്ഷെ ഈ പ്രദേശത്തുനിന്നും നടത്തുന്ന തിരച്ചിലുകൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് അടിപ്പെട്ടു പോയ ആളുകൾ ഒന്നും ഇനി ജീവനോടെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല. അവരുടെ ശരീരഭാഗങ്ങൾ, മൃതശരീരം പൂർണ്ണമായും ഒക്കെ കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായ ദൗത്യമാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വലിയ വിശാലമായി കിടക്കുന്ന പ്രദേശമാണ്. ചെറിയ പുഴ ഒരു വലിയ കടലിനും മുകളിലുള്ള ഒരു വലിയ പ്രദേശമായി പൂർണ്ണമായും വെള്ളം വന്ന് അടിച്ച് തെറിച്ച് പാറകളും എല്ലാം നിറഞ്ഞ് ഇങ്ങോട്ട് എത്തുകയാണ്. ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ 3 ആളോളം ആഴത്തിലാണ് ചളി വന്ന് നിറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുള്ളവരെ കണ്ടെത്തുക തന്നെ വലിയ ദുഷ്കരമായ ഒരു കടമ്പ തന്നെയാണ്. നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ദുഃഖകരമായ കാഴ്ചകൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. കുട്ടികളുടെ പഠിക്കുന്ന പുസ്തകങ്ങൾ, അവരുടെ ഡയറികൾ, ഒപ്പം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സിലിണ്ടറുകൾ, ഒപ്പം തന്നെ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ എല്ലാം കണ്ടെടുക്കാൻ ഒരു ആഴത്തിൽ കുത്തിയൊക്കെ നോക്കിയപ്പോൾ എന്തൊക്കെയോ തടഞ്ഞതിൽ നിന്ന് അവരത് കണ്ടെടുത്ത് പുറത്തെടുക്കുന്ന കാഴ്ച ഏറെ ദുഃഖകരമായ കാഴ്ച തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഇവർ ഇവിടെ നിന്ന് ഏതോ വീട്ടുകാരുടെ സ്വർണ്ണാഭരണങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ഒക്കെ കണ്ടെത്തുകയും അവരുടെ വീട്ടുപകരണങ്ങൾ ഒക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഈ പ്രദേശത്ത് ആകെയുള്ളത്. നമ്മൾ നേരത്തെ നിന്ന ഭാഗത്തു നിന്ന് കുറച്ച് മാറി ഇപ്പുറത്താണ് നിലവിൽ ഉള്ളത്. കാരണം ഈ ഹിറ്റാച്ചിക്കും അതുപോലെ തന്നെ JCBക്കും മറ്റ് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾക്കും ഒന്നും അങ്ങോട്ട് പോകാൻ ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. കാരണം ആ വാഹനം, അവരുടെ യന്ത്രങ്ങൾ ഉൾപ്പെടെ ചളിയിൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് മെല്ലെ മെല്ലെ ചളി വാരി ഒതുക്കിയ ശേഷം അടുത്ത ഭാഗത്തേക്ക് നീങ്ങാനുള്ള ഒരു ഇത്തരത്തിൽ പൂർണ്ണമായും വന്ന് മൂടിയിരിക്കുന്ന പാറകൾ അത് ഏത് രീതിയിൽ പൊട്ടിച്ച് മാറ്റുമെന്ന കാര്യമൊക്കെ, എത്ര കാലമെടുത്ത് മാറ്റാൻ കഴിയുമെന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന അവസ്ഥയിൽ അല്ല നിലവിൽ ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് വലിയ പാറകളാണ് വന്നിവിടെ അടിഞ്ഞിരിക്കുന്നത്. അതൊരു കടലോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എവിടെയാണ് ഈ വീടുണ്ടായിരുന്നത്, എവിടെയാണ് കാടുണ്ടായിരുന്നത്, എവിടെയാണ് പുഴയുണ്ടായിരുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര ദുഃഖകരമായ, ഭീകരമായ ഒരു കാഴ്ച തന്നെയാണ് നിലവിൽ ഈ മുണ്ടക്കൈയിലെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങോട്ട് ഹിറ്റാച്ചി മാറ്റി മണ്ണ് മാന്തി ചളി നീക്കി ഒക്കെയാണ് ഇങ്ങോട്ട് അവർ എത്താൻ കഴിഞ്ഞത്. ഈ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഈ വാഹനങ്ങൾക്കും യന്ത്രങ്ങൾക്കുമൊക്കെ എത്താൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ നടന്നു വരുമ്പോൾ ഇത്തരത്തിലായിരുന്നില്ല. മണ്ണ് കുറച്ചുകൂടി ചളി മൂടിക്കിടന്ന ഭാഗമായിരുന്നു. അത് പിന്നീട് ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടുത്തെ മണ്ണും ചളിയും മാറ്റിയ ശേഷമാണ് ഈ വാഹനത്തിന് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് യൂണിറ്റിൽ ഏകദേശം 100ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്.
സാജൻ സൈമൺ എന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിലും ആളുകളെ കണ്ടെത്താനുള്ള ഒരു നടപടിയുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ പല പല ഓപ്പറേഷനുകളും പങ്കെടുത്ത ആളാണ്. ഇവർ തന്നെയായിരുന്നു ആമഞ്ചൻ തോടിൽ ജോയി എന്ന ശുചീകരണ തൊഴിലാളി അകപ്പെട്ട സമയത്തൊക്കെ രക്ഷാപ്രവർത്തനത്തിനും അയാളെ കണ്ടെത്താനുള്ള ദൗത്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഓരോ കാര്യങ്ങളും നിർദ്ദേശം നൽകി ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് ഇന്ന് പുലർച്ചെയും ഇന്നലെയുമായി കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ നിലയിൽ 6ാം ദിവസം തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം വലിയ തരത്തിലുള്ള ഒരു കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് ഒഴുകി വരികയായിരുന്നു. അതിനിടയിലുണ്ടായിരുന്ന ഭീമാകാരമായിട്ടുള്ള പാറകൾ ഒക്കെ പൂർണ്ണമായും ഇങ്ങോട്ട് ഒലിച്ചെത്തിയിരിക്കുന്നു. ഈ വലിയ മലവെള്ളത്തിൽ ആണ് 35 കിലോമീറ്ററോളം ദൂരം പല മൃതദേഹങ്ങളും ഒഴുകിപ്പോയത്. ഈ പാറക്കിടയിലൂടെയൊക്കെ ാണ് ഈ നിലവിൽ ഈ പ്രദേശത്ത് ഏകദേശം 6ഓളം കുടുംബങ്ങൾ വീട് വെച്ച് താമസിച്ചിരുന്നു. മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒക്കെ ഇവിടെ ടെൻറ്റ് കെട്ടിയൊക്കെ താമസിച്ചിരുന്നു. തൊട്ടടുത്ത തേയില ഫാക്ടറിയിലെയും തേയില തോട്ടത്തിലെയും ഒക്കെ തൊഴിലാളികളായിരുന്നു ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ മറ്റൊരു ഭാഗത്തുള്ള കുറേ പേരെ ഇവിടുത്തെ ഈ ഫാക്ടറിയിലെ മാനേജർ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഈ ഇത്തരത്തിൽ മലവെള്ളം വന്ന സാഹചര്യത്തിൽ മാറ്റി. പക്ഷേ ആ മാനേജർ ഈ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ട് മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏറെ ദുഃഖകരമായ ഏറെ വൈകാരികമായ കാഴ്ച തന്നെയാണ് നിലവിൽ ഈ 6ാം ദിനത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കിവിടെ നേരിട്ട് അനുഭവപ്പെടുന്നതും അതുതന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെയൊന്നും ജീവിതത്തിൽ മറ്റെവിടെയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടായ കാഴ്ച നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഒരു ദുരന്ത ഭൂമിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. ചെറിയ ചെറിയ പാറക്കെട്ടുകളൊക്കെ വന്നടഞ്ഞ ഈ പ്രദേശം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ട ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ അത്രയ്ക്ക് ഭീകരമായ രീതിയിലുള്ള കാഴ്ചയാണ് നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനിടയിലൂടെ അത്തരം പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെയൊക്കെ ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ നീങ്ങി നടന്നും ഒപ്പം തന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെയും ഒക്കെ നീങ്ങി ഏതെങ്കിലും തരത്തിൽ ഈ അടുത്ത ഭാഗങ്ങളിൽ ഈ ചളിയിലെ ഏതെങ്കിലും അടുത്ത ഭാഗങ്ങളിൽ മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ, അവരുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് ഞാൻ ഈ മുണ്ടക്കയിലേക്ക് കയറി വന്ന ഭാഗത്ത് വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയും ഏറെ ദുഃഖപരമായ രീതിയിൽ ഉള്ള കാഴ്ചകൾ തന്നെയാണ്. അത്തരത്തിൽ ഉള്ള വളർത്തുമൃഗങ്ങളൊക്കെ കൂട്ടിൽ നിന്ന് പുറത്ത് ഇറക്കി വിടാൻ കൊണ്ട് തന്നെ ഇരുന്ന് നിലവിളിച്ച് കരയുന്ന രംഗങ്ങളായിരുന്നു അവിടെ കണ്ടിരുന്നത്. പിന്നീട് അതിനെ നമ്മൾ തന്നെ പുറത്തേക്ക് ഇറക്കി വിടുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിൽ ഉള്ള ദുഃഖകരമായ കാഴ്ചകൾ, വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഓരോ ഭാഗത്തും ഈ മുണ്ടക്കൈ മുതൽ ഒപ്പം തന്നെ താഴെ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ ഒക്കെ കാണാൻ കഴിയുന്നത്. അതിന് അപ്പുറത്തേക്ക് ചാലിയാറിൻ്റെ ഓരോ കൈവരികളിലും ചാലിയാറിൻ്റെ ഓരോ ഭാഗങ്ങളിലും മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശം ഏകദേശം ഈ വടക്കൻ മലബാർ പൂർണ്ണമായും അത്തരത്തിൽ ഒരു ദുരന്തമുഖമായി ദുരന്ത ഭൂമിയായി മാറിയ ഒരു കാഴ്ച. വയനാട് മുതൽ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്ക് ഒക്കെ അത്തരത്തിലുള്ള ദുരന്ത കാഴ്ചകൾ തന്നെയാണ് ഈ ഇവിടെ ഉണ്ടായ മുണ്ടക്കൈയിലുണ്ടായ ഈ മഹാദുരന്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ 6ാം ദിവസവും ഇവിടുന്ന് നൽകാൻ കഴിയുന്നതും ആ വിവരങ്ങളാണ് നമുക്ക് കഴിയുന്നതും. പ്രിയ, മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ഇടം, അവിടെ 6ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു കടയും മറ്റ് കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് വിജിൻ പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ദുരന്ത സമയത്തും അതിനുശേഷവും അവിടേക്ക് എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി, അവിടേക്ക് കാൽ കുത്താൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ ലൈവായിട്ട് നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കാല് ചെളിയിലേക്ക് ആഴ്ന്നു പോകുന്നത് കണ്ടിരുന്നു. അത്രത്തോളം യന്ത്രങ്ങൾക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അവിടെ നിന്നും ദുർഗന്ധം വന്ന സാഹചര്യത്തിൽ വളരെ രൂക്ഷമായി ദുർഗന്ധം വമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. അവിടെ കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ അതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു.
തുണി കിട്ടി, ഒപ്പം കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ, ഡയറികൾ, രൂപ, നോട്ടുകെട്ടുകൾ, അതുപോലെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ മണ്ണിനടിയിൽ നിന്നും പൊങ്ങി വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു ഈ നിമിഷങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഏതെങ്കിലും വിധേന അവിടെ ആളുകളെ ഉണ്ടെങ്കിൽ, ഭൂമിക്കടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യന്ത്രങ്ങൾക്ക് അവിടേക്ക് കൂടുതലായി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള സാഹചര്യമില്ല അവിടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. എന്തായാലും മഴ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്. ആ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് കൂടുതലായി തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. 200ഓളം ആളുകളാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിലാരെങ്കിലും ഈ മേഖലയിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുമാണ് വിജിൻ വിവരങ്ങൾ നൽകുന്നതും.